പ്പെട്ട ഷിനോ അച്ഛൻ, കർത്താവിൽ അനുഗ്രഹീതരായ ന്യൂസിലൻഡിലെ മർത്തമറിയ സമാജത്തിലെ സഹോദരികൾ, എല്ലാവർക്കും സ്നേഹ വന്ദനം. കഴിഞ്ഞ കുറെ ആഴ്ചകളായി ഈ വർഷത്തെ മർത്തമറിയ സമാജത്തിന്റെ ക്ലാസ്സിനോടനുബന്ധിച്ചുള്ള പരിശീലനം നടന്നുകൊണ്ടിരിക്കുകയാണ്. പരീക്ഷയോടനുബന്ധിച്ചുള്ള പരിശീലനം നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും രൂത്തിനെയും എസ്തേറിനെയും പറ്റിയിട്ടാണ് ഇതിനകത്ത് പരാമർശിക്കുന്നത്. രൂത്തിന്റെ അധ്യായങ്ങൾ മൊത്തവും കവർ ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത എസ്തേർ ആണ് നമ്മുടെ പഠന വിഷയം എന്ന് പറയുന്നത്. കഴിഞ്ഞ 6 വർഷമായിട്ട് തിരുവനന്തപുരം ഡയോസിസിലായിരുന്ന ഞാൻ മർത്തമറിയ സമാജത്തിന്റെ പേപ്പർ വാല്യൂഷനിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുമുണ്ട്. പേപ്പർ വരുമ്പോൾ തന്നെ അറിയാം, ഏകദേശം 2-3 ആഴ്ചകളോളം എടുക്കും അത് പൂർണ്ണമായും നോക്കി തീർക്കുവാൻ തക്കവണ്ണം. കാരണം അത്രത്തോളം ഹൃദ്യസ്ഥമാക്കി പഠിച്ച് പേപ്പറിൽ എഴുതുവാൻ തക്കവണ്ണം, വാശിയോടുകൂടി എഴുതുവാൻ തക്കവണ്ണം എല്ലാവരും ശ്രമിക്കാറുണ്ട്. സാധാരണഗതിയിൽ തിരുവനന്തപുരം ഡയോസിസിലെ പാളയം കത്തീഡ്രലിൽ വെച്ചിട്ടാണ് അവിടുത്തെ എക്സാമുകൾ നടത്തുക. അവിടെ പലപ്പോഴും പോകുവാനും പരീക്ഷയ്ക്ക് എല്ലാവരെയും സ്ക്രീൻ ചെയ്യുവാനൊക്കെ ഉള്ള അവസരവും ലഭിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും മനസ്സിൽ ഉള്ള വിചാരം എന്ന് പറയുന്നത് എനിക്ക് നല്ല ഗ്രേഡ് കിട്ടണം എന്ന രീതിയിൽ തന്നെയാണ്. തീർച്ചയായിട്ടും ഈ വർഷവും ന്യൂസിലൻഡിലെ മർത്തമറിയൻ സമാജത്തിലെ എല്ലാവർക്കും നല്ല ഗ്രേഡ് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കാരണം വിശുദ്ധ വേദപുസ്തകത്തിലെ 2 സ്ത്രീ കഥാപാത്രങ്ങളായ രൂത്തിന്റെയും എസ്തേറിന്റെയും പേരിലുള്ള അധ്യായങ്ങളാണ് നമുക്ക് പഠിക്കുവാനും ഹൃദ്യസ്ഥമാക്കുവാനും തക്കവണ്ണം ഉള്ളത്. ഏറ്റവും ഇഷ്ടപ്പെട്ട 2 കഥാപാത്രങ്ങളാണ് രൂത്തും എസ്തേറും എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് സ്ത്രീ കഥാപാത്രങ്ങൾ കൂടി ആയതുകൊണ്ട് അവരിൽ നിന്ന് നമുക്ക് പഠിച്ചെടുക്കുവാനും ഒരുപാട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ടും ഒരുപാട് തവണ വായിക്കുന്ന ഒരു വേദഭാഗമാണ് ഇത്. രൂത്തിനെ പറ്റിയിട്ട് ഞാൻ അധികം ഒന്നും പരാമർശിക്കുന്നില്ല ഇന്നത്തെ ക്ലാസ്സിൽ. എസ്തേറിനെ പറ്റിയിട്ട് 3-ാമത്തെ അധ്യായത്തിലൂടെ ഒന്ന് പോകുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നു. 1ഉം 2ഉം ചാപ്റ്റേഴ്സ് ഓൾറെഡി കംപ്ലീറ്റ് ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 3ാമത്തെ ചാപ്റ്ററാണ് ഇന്ന്. വേദപുസ്തകത്തിലെ 3ാമത്തെ അധ്യായവും അതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന ആ പുസ്തകത്തിലെ 8ാമത്തെ അധ്യായവും. അങ്ങനെയാണ് ഇന്നത്തെ ദിവസത്തെ പറ്റിയിട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ തലക്കെട്ട് എന്ന് പറയുന്നത് ഹാമാന്റെ ഉപായം, ദുഷ്ടതയുടെയും ദൈവഹിതത്തിന്റെയും പോരാട്ടം എന്ന തലക്കെട്ടോടു കൂടിയാണ്. ഒട്ടേറെ പ്രത്യേകതകളുള്ള പഴയ നിയമ പുസ്തകത്തിലെ 2 അധ്യായങ്ങളാണ് രൂത്തും എസ്തേറും എന്ന് പറയുന്നത്. എസ്തേർ എന്ന് പറയുന്ന വനിതയുടെ പേരിൽ തന്നെയാണ് ഈ പുസ്തകം അറിയപ്പെടുന്നത്. 10 അധ്യായങ്ങളാണുള്ളത്. എല്ലാവർക്കും അറിയാം, വിശുദ്ധ വേദപുസ്തകത്തിൽ പഴയ നിയമത്തിന്റെ പശ്ചാത്തലം 3 തലങ്ങളായിട്ടാണ് എഴുതപ്പെട്ടിരിക്കുന്നത്: തോറ, നെബീം ആൻഡ് കെത്തുബീം. തോറയുടെയും നെബീമിന്റെയും ഇടയ്ക്കായിട്ട് കെത്തുബീം എന്ന് പറയുന്ന ഭാഗത്താണ് എസ്തേറിനെയും രൂത്തിനെയും പറ്റിയിട്ട് പ്രത്യേകം വിവരിക്കുന്നത്. എല്ലാവർക്കും അറിയാം കെത്തുബീം എന്ന് പറയുന്ന ആ തിരുവെഴുത്തുകളിൽ ഏതൊക്കെയാണ് വരുന്നത് എന്ന്. സങ്കീർത്തനമുണ്ട്, ഇയ്യോബുണ്ട്, സദൃശവാക്യങ്ങളുണ്ട്, രൂത്ത്, സോങ്സ് ഓഫ് സോളമൻ, ലെമന്റേഷൻ, അങ്ങനെ പലതായിട്ട് ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നു. ഇതിന്റെ ഇടയ്ക്ക് നെഹമ്യാവിന്റെയും ഇയ്യോബിന്റെയും ഇടയ്ക്ക് വരുന്ന 10 അധ്യായങ്ങളുള്ള പുസ്തകമാണ് ഏത് എന്ന് പറയുന്നത്? എസ്തേർ എന്ന് പറയുന്നത്. ഇതിനകത്ത് ദൈവത്തെ പറ്റിയിട്ട് അധികം ഒന്നും പരാമർശിച്ചിട്ടില്ല. അധികമെന്നല്ല, ഒന്നും പരാമർശിച്ചിട്ടില്ല. ദൈവത്തെ പറ്റിയിട്ട് ഒറ്റ വാക്ക് പോലും അതിനകത്ത് പരാമർശിച്ചിട്ടില്ല. അത് പ്രത്യേകം എടുത്തു കാണിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അത് കൂടാതെ തന്നെ നമ്മുടെ ഹിന്ദു ദേശത്തെ പറ്റിയിട്ട്, ഇന്ത്യയെ പറ്റിയിട്ട് പരാമർശിക്കുന്ന ഒരു വിശുദ്ധ വേദപുസ്തകം കൂടിയാണ് എസ്തേർ എന്ന് പറയുന്നത്. ഹിന്ദു ദേശം മുതലെന്ന് പറയുമ്പോൾ ഇന്ത്യ, സിന്ധു നദീതട സംസ്കാരത്തെ പറ്റിയിട്ടുള്ള ഒരു പരാമർശമാണ് എസ്തേർ എന്ന പുസ്തകം ആരംഭിക്കുമ്പോൾ തന്നെ പറയുന്നത്. കാരണം അത്രയും വിശാലമായ ഒരു സ്ഥലത്തിന് അധിപനായിരുന്നു അഹശ്വേരോസ് രാജാവ് എന്നാണ് പറയുന്നത്.
സിന്ധു നദീതട സംസ്കാരം ഉടലെടുത്തപ്പോൾ ഉണ്ടായ അത്രയും വലിയൊരു പ്രവിശ്യയുടെ അധിപനായിരുന്നു ആര് എന്ന് പറയുന്നത്? ഈ അഹശ്വരോഷ് രാജാവ് എന്ന് പറയുന്നത്. അത്രമാത്രം ബൃഹത്തായ സമ്പദ് വ്യവസ്ഥയുള്ള ഒരു രാജാവായിരുന്നു അഹശ്വരോഷ് എന്ന് പറയുന്നത്. പ്രത്യേകം ഇതിനകത്ത് പരാമർശിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട 4 കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് അഹശ്വരോഷ്, ഹാമാൻ, മൊർദെഖായ് ആൻഡ് എസ്തേർ. ഈ 4 കഥാപാത്രങ്ങളെ പറ്റിയിട്ടാണ് പ്രത്യേക ഈ എസ്തേർ എന്ന് പറയുന്ന പുസ്തകത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. അതിനിടയ്ക്ക് വെച്ച് കുറെ ആളുകളെ പറ്റിയിട്ട് ഇങ്ങനെ ധാരാളമായിട്ട് ഉണ്ടെങ്കിൽ പോലും പ്രധാനമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന 4 കഥാപാത്രങ്ങളാണ് ഇവർ 4 പേർ. അപ്പോ അഹശ്വരോഷിന്റെ ആ കാലഘട്ടത്തിൽ ആ ഒരു ദൈവിക ആ ഒരു കാലഘട്ടത്തിൽ സിന്ധു നദീതടം, അതായത് ഇന്ത്യാന മുതൽ, ഇംഗ്ലീഷ് ബൈബിൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഇന്ത്യ മുതൽ അതുപോലെ തന്നെ പേർഷ്യയുടെ പ്രവിശ്യകളും അങ്ങനെയുള്ള എത്യോപ്യ വരെയുള്ള വലിയ ഒരു സംസ്കാരത്തിന്റെ അധിപനായിരുന്നു അഹശ്വരോഷ് രാജാവ് എന്ന് പറയുന്നത്. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തില് അഹശ്വരോഷ് രാജാവിന്റെ രാജ്ഞിയായിരുന്നു വസ്തി രാജ്ഞി എന്ന് പറയുന്നത്. അങ്ങനെ അഹശ്വരോഷ് രാജാവ് ഭരിച്ചിരുന്ന ആ കാലഘട്ടത്തിലെ എല്ലാ മുഖ്യ ആളുകളും കൂടെ ഒരുങ്ങി വന്നപ്പോൾ വസ്തിയോട് പറഞ്ഞു, നീ ഒരുങ്ങി എവരുടെ അടുക്കലേക്ക് വരുവാൻ തക്കവണ്ണം. അഹശ്വരോഷ് രാജാവ് വസ്തിയോടൊന്ന് പറഞ്ഞതാ. പക്ഷെ വസ്തി എന്ത് ചെയ്തില്ല? അതിനെ മുഖവില കൊടുത്തില്ല, അതിനെ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് അവിടെ ആരുടെ തെരഞ്ഞെടുപ്പ് വരുന്നത്? എസ്തേറിന്റെ തെരഞ്ഞെടുപ്പ് അവിടെ ഉണ്ടാകുന്നത്. ആ എസ്തേറിന്റെ തെരഞ്ഞെടുപ്പോട് കൂടിയാണ് പിന്നീട് ഉള്ള കാലഘട്ടത്തിൽ എസ്തേറുമായി ചേർന്ന് ഈ പുസ്തകം മുൻപോട്ടേക്ക് കൊണ്ടുപോകുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. അവിടെ 7 ഷണ്ണന്മാരെ പറ്റിയിട്ടും, അതായത് ഹേഗായി എന്ന് പറയുന്ന ഷണ്ണനെ പറ്റിയിട്ടും പിന്നെ മൊർദെഖായിയെ പറ്റിയിട്ടും എല്ലാം പരാമർശിക്കുന്നുണ്ട്. മൊർദെഖായിയുടെ ജീവിതത്തെ പറ്റിയിട്ട് അറിയാം. നെബൂഖദ്നേസർ രാജാവിന്റെ ആ സമയത്ത് പിന്നെ എല്ലാവരെയും നാട് കടത്തുവാൻ തക്കവണ്ണം ഇടയായപ്പോൾ എസ്തേറിന്റെ അപ്പനും അമ്മയും കാലഹരണപ്പെട്ടു. ആ സമയത്ത് എസ്തേറിനെ വളർത്തി വലുതാക്കിയ ആളാണ് ആര് എന്ന് പറയുന്നത്? മൊർദെഖായി എന്ന് പറയുന്നത്. അപ്പോൾ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ അവിടെ മാറിപ്പോവുകയാണ്. അത് കൂടാതെ തന്നെ ചിറ്റപ്പന്റെ മകളും കൂടെയാണ്, മൊർദെഖായിയുടെ ചിറ്റപ്പന്റെ മകൾ കൂടിയാണ് ആര് എന്ന് പറയുന്നത്? എസ്തേർ എന്ന് പറയുന്നത്. അങ്ങനെ വാഴ്ചയുടെ 7ാം ആണ്ടായപ്പോഴത്തേക്കും, അപ്പോൾ ഈ പറയുന്ന കണക്ക് ജൂയിഷ് കലണ്ടർ പ്രകാരം, ജൂയിഷ് കലണ്ടറും നമ്മുടെ അലക്സാണ്ട്രിയൻ കലണ്ടറും തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അപ്പോ ജൂയിഷ് കലണ്ടറിൽ 12 മാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് കുറച്ച് വ്യത്യാസങ്ങൾ, അത് ഏകദേശം നിസാൻ മാസമാണ് ആദ്യത്തെ മാസം എന്ന് പറയുന്നത്. അതായത് മാർച്ച് മാസം, നമ്മുടെ ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം മാർച്ച് മാസത്തിന്റെ പകുതി മുതൽ ഏപ്രിൽ മാസത്തിന്റെ പകുതി വരെയാണ് ഈ നിസാൻ മാസത്തിൽ വരുന്നത്. അങ്ങനെ 12 മാസങ്ങളുണ്ട്. നിസാൻ ഉണ്ട്, ഇയാർ ഉണ്ട്, ശിവാൻ ഉണ്ട്, തമ്മൂസ്, ആവ്, ഇലൂൽ, തിഷേരി, ഹെസ്വാൻ, ഹിസ്ലേവ്, താവറ്റ് ആൻഡ് ഷെവത്ത്, ഇങ്ങനെ പറയുന്ന മാസങ്ങൾ അടങ്ങിയതാണ് ഈ ജൂയിഷ് കലണ്ടർ എന്ന് പറയുന്നത്. ആ ജൂയിഷ് കലണ്ടറിലെ നിസാൻ മാസത്തിലാണ് പ്രധാനമായിട്ടും കാര്യങ്ങളെല്ലാം അവിടെ നടന്നു പോകുന്നത്. ഇവിടെ 3ാമത്തെ ചാപ്റ്ററിനെ പറ്റിയിട്ട് പരാമർശിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ദിവസം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ആദ്യമേ പരാമർശിക്കപ്പെടുന്ന ഒരു പേരുണ്ട്, അഗാഗ്യനായ ഹെമദ്ദായുടെ മകൻ ഹാമാൻ. നോക്കിക്കേ, അഗാഗ്യനായ ഹെമദ്ദായുടെ മകൻ ഹാമാൻ. വേദപുസ്തകമുള്ളവർക്ക് ആ 3ാമത്തെ അധ്യായത്തിന്റെ ആദ്യ ഭാഗം നോക്കാം. അനശ്വരം അഹശ്വരോഷ് രാജാവ് അഗാഗ്യനായ ഹെമദ്ദായുടെ മകൻ ഹാമാന് കയറ്റവും ഉന്നത പദവിയും കൊടുത്ത് അവന്റെ ഇരിപ്പിടം തന്നോടൊപ്പം ഇരിക്കുന്ന സകല പ്രഭുക്കന്മാരുടെയും ഇരിപ്പിടങ്ങൾക്ക് മേലായി വെച്ചു. അങ്ങനെ ഹാമാന് വലിയ ഒരു സ്ഥാനം അഹശ്വരോഷ് രാജാവ് 3ാമത്തെ അധ്യായത്തിൽ നൽകുകയാണ്. ഇങ്ങനെ ഇരിപ്പിടം ലഭിച്ചപ്പോൾ ഹാമാന് കുറച്ച് അഹങ്കാരം മൂത്തു. ഹാമാൻ ഏത് ജാതിയുടെ അണ്ടറിലാണെന്ന് ഉള്ളതിനെ പറ്റിയിട്ട് കൃത്യമായ വിവരണം അവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ, അഗാഗ്യനായ ഹെമദാദ്. അഗാഗ്യനായ ഹെമദാദ് എന്ന് പ്രത്യേകം അവിടെ ആലേഖനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ അഗാഗ്യൻ എന്ന് പറയുന്ന വാക്കിന് പ്രത്യേക ഹൈലൈറ്റ് അവിടെ കൊടുക്കണം. കാരണം മൊർദെഖായി എന്ന് പറയുന്ന വ്യക്തി യഹൂദനാണ്, യഹൂദ പാരമ്പര്യത്തിൽ നിന്ന് വന്ന മനുഷ്യനാണ്. അതുപോലെ തന്നെ ഹാമാൻ എന്ന് പറയുന്ന മനുഷ്യൻ അഗാഗ്യനാണ്.
ഇത് രണ്ടും തമ്മിൽ വ്യത്യസ്തമായിട്ടുള്ള ഓരോരോ പദ്ധതികളാണ് അവരുടെ ഇടയിൽ നിന്ന് പോകുന്നത്. അത് പ്രത്യേകമായിട്ട് നമ്മൾ ഈ വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ അതിന്റെ ചരിത്ര പശ്ചാത്തലത്തിൽ മുഴുവൻ അടങ്ങിയിരിക്കുന്ന ഒരു പ്രത്യേക ഭാഗമാണ് ഇത് എന്ന് പറയാം. അതായത് അഗാഗ്യനും ജൂവും അവർ തമ്മിലുള്ള പ്രശ്നങ്ങളാണ് ഇതിന്റെ ഇടയിലെ ഏറ്റവും വലിയ ഘട്ടം എന്ന് പറയുന്നത്. ഇവിടെ ഇദ്ദേഹത്തിന് മുഖ്യാസനം ലഭിച്ചപ്പോൾ എല്ലാവരും അദ്ദേഹത്തെ കുമ്പിട്ട് വണങ്ങണമെന്നുള്ള വലിയ ഒരു ആഹ്വാനം അഹശ്വേരോശ് രാജാവ് പുറപ്പെടുവിക്കുകയാണ്. ഈ സമയത്ത് എന്ത് ചെയ്യുന്നു? ആര് സമ്മതിക്കുന്നില്ല അതിനെ പറ്റിയിട്ട്? ആ മൊർദെഖായി ഇതിന് വേണ്ടിയിട്ട് സംഭവിക്കുന്നില്ല. എനിക്ക് പറ്റുകയില്ല, കാരണം ഞാൻ ജൂ ആണ്. അതുകൊണ്ട് അഗാഗ്യനായ ഹാമാനെ തൊട്ടു വണങ്ങുന്നതിനോ കുമ്പിട്ട് നമസ്കരിക്കുന്നതിനോ എനിക്ക് കഴിയില്ല എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടി ആരവിടെ നിലനിൽക്കുക? മൊർദെഖായി അവിടെ നിലനിൽക്കുക. അത്രമാത്രം വിൽ പവറോട് കൂടിയാണ് അദ്ദേഹം അവിടെ നിലനിൽക്കുന്നത്. അതിന് 3-ാം അധ്യായം 3-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കാം. രാജ്യഭൃത്യന്മാർ മൊർദെഖായിയോട് നീ രാജകൽപ്പന ലംഘിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. അവർ ഇങ്ങനെ ദിവസം പ്രതി അവനോട് പറഞ്ഞിട്ടും അവൻ അവരുടെ വാക്ക് കേൾക്കാതിരുന്നതിനാൽ മൊർദെഖായിയുടെ പെരുമാറ്റം നിലനിൽക്കുമോ എന്ന് കാണേണ്ടതിന് അവർ അത് ഹാമാനെ അറിയിച്ചു. താൻ യഹൂദൻ എന്ന് അവൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൊർദെഖായി തന്നെ കുമ്പിട്ട് നമസ്കരിക്കില്ലെന്ന് കണ്ടിട്ട് ഹാമാൻ കോപം കൊണ്ട് നിറഞ്ഞു. എന്നാൽ മൊർദെഖായിയെ മാത്രം കയ്യേറ്റം ചെയ്യുന്നത് അവന് പുച്ഛകാര്യമായി തോന്നി. മൊർദെഖായിയുടെ ജാതി ഇന്നതെന്ന് അവന് അറിവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അഹശ്വേരോശിന്റെ രാജ്യത്തെല്ലായിടവും ഉള്ള മൊർദെഖായിയുടെ ജാതിക്കാരായ യഹൂദന്മാരൊക്കെ നശിപ്പിക്കേണ്ടതിന് ഹാമാൻ തരം അന്വേഷിച്ചു. ഇത് വലിയ ഒരു കച്ചിത്തുരുമ്പാക്കിക്കൊണ്ട് യഹൂദന്മാരെ മൊത്തം നശിപ്പിക്കുന്നതിനുള്ള അനുവാദം ഹാമാൻ അഹശ്വേരോശിനോട് ചോദിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് ഓരോരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുവാൻ തക്കവണ്ണം ആര് തയ്യാറെടുത്തു? ഹാമാൻ തയ്യാറെടുക്കുകയാണ്. ഇത്രമാത്രം നീചമായ പ്രവൃത്തികളിലൂടെയാണ് ഇനി ഹാമാൻ പോകുവാൻ തക്കവണ്ണം ഇരിക്കുന്നത്. ഇതാണ് ഈ വിശുദ്ധ വേദപുസ്തകത്തിലെ എസ്തേറിന്റെ പുസ്തകത്തിലെ കോർ കണ്ടന്റ് എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്. ജാതി വ്യവസ്ഥയിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങളാണ് അന്നും അവിടെ ഒരു വലിയ പ്രശ്നമായിട്ട് നിലനിന്നത്. മൊർദെഖായി പറയുന്നു, ഞാൻ ഒരു അഗാഗ്യനായ മനുഷ്യനെ കുമ്പിട്ട് നമസ്കരിക്കുകയില്ല. എന്നാൽ ഹാമാൻ പറയുന്നു, അവൻ കുമ്പിട്ട് നമസ്കരിച്ചില്ല എങ്കിൽ അഹശ്വേരോശ് രാജാവ് ഭരിക്കുന്ന എല്ലാ പ്രദേശങ്ങളിലെയും യഹൂദന്മാരെ നശിപ്പിക്കുമെന്ന് കൃത്യതയോടുകൂടി പറയുക. അങ്ങനെ നിലനിൽക്കുമ്പോൾ അവിടെ വലിയൊരു പ്രതിസന്ധി അവിടെ ഉടലെടുക്കുന്നു. അങ്ങനെ അഹശ്വേരോശ് രാജാവിന്റെ 12-ാം ആണ്ടിൽ നീസാൻ മാസമായ 1-ാം മാസത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞ ജൂവിഷ് കലണ്ടർ പ്രകാരം നീസാൻ മാസം 1-ാം ആണ്ടിൽ, പ്രത്യേകം ഓർക്കണം, നമ്മുടെ ഇംഗ്ലീഷ് കലണ്ടർ അനുസരിച്ച് മാർച്ച് പകുതി മുതൽ ഏപ്രിൽ പകുതി വരെയുള്ള കാലഘട്ടത്തിൽ അവൻ ആദാർ എന്ന 12-ാം മാസം വരെയുള്ള ഓരോ ദിവസത്തെയും ഓരോ മാസത്തെയും കുറിച്ച് ഹാമാന്റെ മുമ്പിൽ വെച്ച് പൂര് എന്ന ചീട്ടിട്ട് നോക്കി. ഈ പൂര് എന്ന ചീട്ടെന്ന് പറയുന്നത് കല്ല് മാതിരി ഇരിക്കും, ലോട്ടിടുക. അതായത് പൂർ എന്ന അതിൽ നിന്ന് തന്നെയാണ് പുരീം എന്ന് പറയുന്ന പെരുന്നാൾ ഉത്ഭവിക്കുന്നത്. അന്നത്തെ ഒരു കാലഘട്ടത്തിൽ ലോട്ടിട്ടെടുക്കുന്ന പൂർ എന്ന് പറയുന്നത് PUR എന്ന് പറയുന്ന ഇംഗ്ലീഷ് ലെറ്ററോട് കൂടിയ ലോട്ടിട്ടെടുത്തിട്ടാണ് അന്നത്തെ കാര്യങ്ങളെ പറ്റിയിട്ട് നിശ്ചയിച്ചിരുന്നത്. അപ്പോൾ ഇവരുടെ ഇടയിലും എന്നാണ് യഹൂദന്മാരെ നശിപ്പിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് അവരുടെ ഇടയിൽ ഒരു നിശ്ചയം ഉണ്ടാകുവാൻ തക്കവണ്ണമാണ് അവർ ഈ ലോട്ടിടുന്നത്. എൻ്റെ പ്രിയമുള്ളവര്, ദൈവസന്നിധിയിലായിരിക്കുന്ന നാം ഓരോരുത്തരും ഈ ഒരു ഹാമാന്റെ ചിന്താഗതിയെ അടിസ്ഥാനമാക്കിയാണ് പലപ്പോഴും നാം മുൻപോട്ടേക്ക് പോകുന്നത്. വലിയൊരു അഹങ്കാര മനസ്സ്, ആ ഒരു ചിന്താഗതിയാണ് പലപ്പോഴും നമ്മെ ഭരിക്കുന്നത്. എനിക്ക് വലിയ സ്ഥാനം കിട്ടി എന്നുള്ള ചിന്താഗതിയിൽ ഹാമാൻ ജനതയെ നശിപ്പിക്കുവാൻ തക്കവണ്ണമാണ്, യഹൂദ ജനതയെ നശിപ്പിക്കുവാൻ തക്കവണ്ണം പോകുന്നത്. എനിക്ക് വലിയ സ്ഥാനം കിട്ടി, അതുകൊണ്ട് എന്നെ എല്ലാവരും കുമ്പിട്ട് നമസ്കരിക്കണം, എൻ്റെ മുൻപിൽ എല്ലാവരും താഴെ നിൽക്കണം. ആ ഒരു കാലഘട്ടമൊക്കെ പണ്ട് ജാതി വ്യവസ്ഥകളിൽ നിന്നിരുന്നു. ഇന്ന് പലപ്പോഴും സൈലന്റ് ആണെങ്കിൽ പോലും നമ്മുടെ രാജ്യത്തും അങ്ങനെയുള്ള പല കാര്യങ്ങളും നടന്നു വരുന്നുണ്ട്, പല രീതിയിൽ നടന്നു വരുന്നുണ്ട്.
താഴ്ന്നവരെന്നും ഉയർന്നവരെന്നും എന്നെ ആ രീതിയിൽ നമസ്കരിച്ചേ പറ്റുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ നടക്കുന്ന കോലാഹലങ്ങൾ നമ്മുടെ രാജ്യത്തും ഇന്ന് നടന്നു വരുന്നു. അങ്ങനെയുള്ള ആ ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ ഇത്രയും അർത്ഥവത്തായി ചിന്തിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയും. അങ്ങനെ അവിടെ ജനോസൈഡ് ഉണ്ടാകുകയാണ്. അതായത് ജാതി ഹത്യാ സംവിധാനം അവിടെ ഉടലെടുക്കുകയാണ്. ദിയസ്കോറസ് തിരുമേനി പ്രത്യേകം അത് എഴുതിയിട്ടുണ്ട്. ജാതി ഹത്യയുടെ വലിയൊരു വശം ആ ഒരു ഭാഗത്ത് ഉടലെടുക്കുകയാണ്. അങ്ങനെയാണ് ഹാമാൻ അവന്റെ കയ്യിൽ നിന്ന് അനുവാദം മേടിച്ചിട്ട് ഇതിനു വേണ്ടിയിട്ട് നീചപ്രവൃത്തിക്ക് വേണ്ടിയിട്ട് പുറപ്പെടുന്നത്. അതിനു വേണ്ടിയിട്ട് എത്രയോ വെള്ളി നാണയം അവന് ദാനമായി കൊടുക്കാമെന്ന് നിശ്ചയിക്കുക. പക്ഷേ അത് അഹശ്വേരോസ് രാജാവ് സ്വീകരിച്ചില്ല. അതിന് പകരമായി ചെയ്തത് തന്റെ കയ്യിൽ കിടന്ന മുദ്രമോതിരമൂരി ഹാമാന് കൊടുക്കുകയാണ്. ഹാമാൻ കൊടുത്ത സമ്മാനം ആരും സ്വീകരിക്കുന്നില്ല, അഹശ്വേരോസ് രാജാവ് സ്വീകരിക്കുന്നില്ല. എന്നാൽ അഹശ്വേരോസ് രാജാവിന്റെ കയ്യിൽ കിടന്ന മുദ്രമോതിരം അദ്ദേഹത്തിനെ ഏൽപ്പിക്കുന്നു. യഹൂദന്മാരെ കൊല്ലുവാൻ തക്കവണ്ണം ഞാൻ തയ്യാറെടുക്കുവാണെന്നുള്ള ആ പത്രത്തിൽ അഹശ്വേരോസ് രാജാവിന്റെ കയ്യിൽ നിന്ന് ഊരിയ മുദ്രമോതിരത്തിലുള്ള മുദ്രയും പതിപ്പിച്ചിട്ടാണ് ഓരോ പ്രവിശ്യയിലുള്ള ആളുകളുടെ കയ്യിൽ അത് ഏൽപ്പിക്കുവാൻ തക്കവണ്ണം ഹാമാൻ പുറപ്പെടുന്നത്. അങ്ങനെ അത്രമാത്രം അഹങ്കാരം മനസ്സിൽ ഉൾക്കൊള്ളുന്ന ഒരു മനുഷ്യനായി ഹാമാൻ 3-ാമത്തെ അധ്യായത്തിൽ ഏറ്റവും വലുതായി കാണപ്പെടുന്നു. 4-ാമത്തെ അധ്യായം എന്ന് പറയുന്നത് അതിനെ ചുവട് പിടിച്ചുകൊണ്ട്, അത് ഇന്ന് ഞാൻ പ്രത്യേകം എടുക്കുന്നില്ല. അത് അടുത്ത അധ്യായത്തിലാണ് അതിനെ പറ്റിയിട്ട് വിവരിക്കുന്നത്. ഹാമാനെ പറ്റിയിട്ട് അടുത്ത ഇതെന്ന് പറയുന്നത് എസ്തർ എങ്ങനെ അതിനകത്ത് ഉൾക്കൊള്ളുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടും എത്രമാത്രം ചിന്താഗതിയോട് കൂടിയാണ് ഹാമാൻ ഈ കാര്യങ്ങളെ ക്രമീകരിക്കുന്നതെന്നും മൊർദെഖായി എങ്ങനെയാണ് അതിനെ നേരിടുന്നതെന്നും എന്നൊക്കെയുള്ള കൃത്യമായ വിവരണം അതിനകത്ത് പരാമർശിക്കപ്പെടുന്നുണ്ട്. അപ്പോഴും ഇതിനകത്ത് പ്രത്യേകം എടുത്തു കാണിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഒന്ന്, അഹങ്കാരത്തിന്റെ അപകടങ്ങളാണ്, അഹങ്കാരത്തിന്റെ മൂല്യച്ചുഴലികളാണ് ഇവിടെ കാണപ്പെടുന്നത്. സദൃശവാക്യങ്ങൾ 16-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നാശത്തിനു മുൻപേ ഗർവവും വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നത ഭാവവും. നാശത്തിന് മുൻപേ ഗർവം, വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നത ഭാവം. പലപ്പോഴും നമ്മളുടെ ഒരു ചിന്താഗതിയും ഈ ഹാമാന്റെ ജീവിതവുമായി ചേർത്ത് നിർത്തുമ്പോൾ അതേപോലൊക്കെ തന്നെ അല്ലേ എന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എനിക്ക് സ്ഥാനം ലഭിക്കുമ്പോൾ പലപ്പോഴും എൻ്റെ സ്ഥാനം എന്തെന്നും ഞാൻ ചിന്തിക്കാതെ മറ്റുള്ളവരോട് ആ രീതിയിൽ ആക്രോശിക്കുന്ന ഒരു ജീവിത ചിന്താഗതിയിലേക്ക് പലപ്പോഴും ഞാൻ പോകാറുണ്ട്. അതുപോലെ തന്നെ സദൃശവാക്യങ്ങൾ 29-ാം അധ്യായം 23-ാം വാക്യം, മനുഷ്യന്റെ ഗർവം അവനെ താഴ്ത്തിക്കളയും, മനോവിനയമുള്ളവനോ മാറ്റം പ്രാപിക്കും. എത്രമാത്രം അർത്ഥവത്തായിട്ടുള്ള ഒരു സദൃശവാക്യമാണത്. സദൃശവാക്യം 29-ാം അധ്യായം 23-ാം വാക്യം, മനുഷ്യന്റെ ഗർവം എന്ന് പറയുന്നത് അവനെ താഴ്ത്തിക്കളയും, മനോവിനയമുള്ളവനോ മാനം സംഭവിക്കും. എന്റെ തല എപ്പോഴും ഉയർന്നിരിക്കണമെന്ന് ചിന്തിക്കുന്നവരാണ് ഞാൻ ഉൾപ്പെടെയുള്ളവർ. പൊതുസമൂഹത്തിൽ ഇറങ്ങുമ്പോഴായാലും ഏത് രീതിയിലാണെങ്കിൽ. ഞാൻ ഈ ന്യൂസിലൻഡിൽ വന്നിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല. ഞാൻ പുറത്തോട്ടൊക്കെ ഇറക്കുമ്പോഴൊക്കെ മലയാളികളെ കാണുമ്പോൾ പ്രത്യേകിച്ച് ചിരിച്ചു കാണിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. പക്ഷേ ചിലരോട് സംസാരിക്കാനൊക്കെ ചെല്ലുമ്പോൾ, ഞാൻ ഇപ്പോൾ സാധാരണഗതിയിൽ പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ പിന്നെ നോർമൽ വേഷത്തിലായിട്ടായിരിക്കും ഇറങ്ങുന്നത്. അച്ഛനൊന്നും ആദ്യം സംബോധന ചെയ്യത്തുമില്ല. പക്ഷേ നമ്മുടെ സ്വന്തം രാജ്യത്തിൽ നിന്ന്, നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് വന്നവരോട് സംസാരിക്കുവാൻ തക്കവണ്ണം നാം തയ്യാറെടുക്കുമ്പോൾ പലപ്പോഴും വിമുഖത കാണിക്കുന്ന ഒരു പതിവാണ് കണ്ടിട്ടുള്ളത്. മുഖം തിരിച്ചു പോകുന്ന ഒരു പതിവ്. സംസാരിക്കുവാനായിട്ട് തയ്യാറെടുക്കുകയില്ല. എന്തുകൊണ്ടാണ് അതെന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഞാനും എന്നെ സംസാരിക്കുവാൻ തക്കവണ്ണം ഇരിക്കുന്ന അവരും ഇവിടെ വന്നിട്ടുള്ളത് ഒരേ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ആർക്കും വേർതിരിവില്ല. അതുപോലെ തന്നെ ദൈവത്തിന്റെ മുൻപിൽ മൊർദെഖായി ആയാലും ഹാമാൻ ആയാലും ഒരേ കാര്യം തന്നെയാണ്. പദവി ലഭിച്ചപ്പോൾ മാത്രമാണ് അദ്ദേഹം എന്ത് ചെയ്തത്? ആ പദവിയിൽ നിന്ന് അഹങ്കാരം ഏറ്റെടുക്കുവാൻ തക്കവണ്ണം ഇടയായത്. എൻ്റെ പ്രിയമുള്ളവരെ, ദൈവിക സന്നിധിയിലായിരിക്കുന്ന നാം ഓരോരുത്തരും
അഹങ്കാരങ്ങൾ ചെയ്തു കൂട്ടുവാൻ തക്കവണ്ണം എന്റെയും നിങ്ങളുടെ മനസ്സ് തയ്യാറെടുക്കുന്നുവെങ്കിൽ ദൈവം തമ്പുരാന് അത് തിരിച്ചെഴുതേണ്ടതായിട്ടുള്ള കാര്യം വരും. വിശുദ്ധ മദ്ബഹായിലേക്ക് വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടിയിട്ട് തുയോബ ശുശ്രൂഷയിൽ കയറുമ്പോൾ കാപ്പയെല്ലാം ധരിച്ചു കഴിഞ്ഞിട്ട് പുരോഹിതൻ ദർഗായിൽ നിന്ന് ഇറങ്ങി ദർഗായിന്മയുടെ മുൻപിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഇങ്ങനെയാണ്: കർത്താവേ, നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു, മാപ്പപേക്ഷിക്കുന്നു. പൈശാചികമായ സകല വ്യാപാരങ്ങളിൽ നിന്നും എന്റെ ബോധത്തെയും ദുർമോഹത്തോടെ നോക്കാതിരിക്കുവാൻ എന്റെ കണ്ണുകളെയും വ്യർത്ഥമായവ കേൾക്കാതിരിക്കുവാൻ തക്കവണ്ണം എന്റെ ചെവികളെയും നിന്ദ്യപ്രവൃത്തികളിൽ നിന്ന് എന്റെ കൈകളെയും നിന്നിൽ ചലിക്കത്തക്കവണ്ണം എന്റെ അന്തേന്ദ്രിയങ്ങളെയും നീ കാത്തുകൊള്ളണമേ. അത്ര മഹത്തരമായ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടാണ് തുടർന്ന് തുയ്യോബയുടെ ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കുന്നത്. നോക്കിക്കേ, പഞ്ചേന്ദ്രിയങ്ങൾ അവിടെ വന്നു. പഞ്ചേന്ദ്രിയങ്ങൾ അവിടെ അടിസ്ഥാന തത്വമായി വരിക. ആ അടിസ്ഥാന തത്വത്തിൽ നിന്നാണ് വിശുദ്ധ കുർബാനയുടെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഒരു പട്ടക്കാരൻ എന്തിനു വേണ്ടിയിട്ടാ കറുത്ത കുപ്പായം ധരിക്കുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? കൂദാശകളുടെയൊക്കെ അനുഭവത്തിലേക്ക് പോകുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാ പട്ടക്കാരൻ കറുത്ത കുപ്പായം ധരിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാ വെള്ളക്കുപ്പായം ധരിക്കുന്നത്? അതിന് ചരിത്ര പശ്ചാത്തലത്തെ പറ്റിയിട്ട് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇങ്ങനെയാണ് കറുത്ത കുപ്പായം ധരിക്കുന്നതിന്റെ ചരിത്ര പശ്ചാത്തലം. ദൈവമേ, പാപിയായ മനുഷ്യൻ തന്നെയാണ് ഞാനും. ആ കൂദാശയുടെ അനുഭവത്തിലേക്ക് ചെന്നു ചേർന്നെടുക്കുവാൻ തക്കൊണ്ട് എന്നെ അർഹനാക്കണമേ. ആ പാപിയായ മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് ആ പാപത്തെ ചിത്രീകരിക്കുവാൻ വേണ്ടിയിട്ടാണ് കറുത്ത കുപ്പായം ധരിക്കുന്നത്. ആ പാപിയായ മനുഷ്യനെ ഈ വിശുദ്ധ കൂദാശയുടെ അനുഭവത്തിലേക്ക് ചേർന്നെടുക്കുവാൻ തക്കവണ്ണമുള്ള ഒരു അനുവാദം തരണമേ എന്നുള്ളതിന്റെ സൂചനയായിട്ടാണ് കറുത്ത കുപ്പായം ധരിക്കുക. കൂദാശ എന്ന് പറയുന്ന വലിയ അനുഷ്ഠാനത്തിലേക്ക് കടക്കുമ്പോൾ അതൊരിക്കലും മറന്നു പോകരുത്. ഇപ്പോൾ നിങ്ങളുടെ കൂടി ഈ വേദപുസ്തകം സംസാരിക്കുവാൻ തക്കവണ്ണം ഇരിക്കുമ്പോഴും ഈ പാപിയായ മനുഷ്യനെ ആ വിശുദ്ധ കൂദാശയുടെ ഈ വിശുദ്ധ വേദപുസ്തകത്തിന്റെ ചരിത്ര പശ്ചാത്തലം മനസ്സിലാക്കി കൊടുക്കുവാൻ തക്കവണ്ണം അനുവാദം നൽകണമേ എന്നുള്ള വലിയൊരു ചരിത്ര പശ്ചാത്തലമാണ്. അത് പ്രത്യേകം മനസ്സിൽ വെച്ചുകൊള്ളുക. ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ വിശുദ്ധ വേദപുസ്തകത്തെ പറ്റിയിട്ട് പശ്ചാത്തലത്തെ പറ്റിയിട്ട് ചിന്തിക്കുമ്പോൾ അഹങ്കാരത്തിന്റെ അപകടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ളത് നിശംസം പറയുവാൻ തക്കവണ്ണം കഴിയും. റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 16-ാം വാക്യം: തമ്മിൽ ഐക്യമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്ന് കൊള്ളുവിൻ, നിങ്ങളെ തന്നെ ബുദ്ധിമാൻ എന്ന് വിചാരിക്കരുത്. ഇതാണ് ദൈവം തമ്പുരാൻ പറയുന്ന ദൈവ ശുശ്രൂഷയ്ക്കായിട്ടുള്ള വാക്യം എന്ന് പറയുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 16-ാം വാക്യം: തമ്മിൽ ഐക്യമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്ന് കൊള്ളുവിൻ, നിങ്ങളെ തന്നെ ബുദ്ധിമാൻ എന്ന് വിചാരിക്കരുത്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാൻ എന്ന് വിചാരിക്കുന്നവരാണ് നാം ഓരോരുത്തരും. ആ ഒരു ചിന്താഗതിയാണ് പലപ്പോഴും നമ്മൾ വഴിതെറ്റിലേക്ക് നയിക്കുന്നത്. ആ ഒരു ചിന്താഗതിയാണ് പലപ്പോഴും നമ്മെ വഴിതെറ്റിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് ഈ 3-ാമത്തെ അധ്യായത്തെ മനസ്സിരുത്തി വായിക്കുമ്പോൾ ഹാമാന്റെ പ്രവൃത്തിയാലുള്ള നീചപ്രവൃത്തിയാലുള്ള ഫലങ്ങളെയല്ല നമ്മൾ എണ്ണേണ്ടത്. മൊർദെഖായിയുടെ ജീവിത സാഹചര്യങ്ങളാണ് അവിടെ എടുത്തു കാണിക്കേണ്ടുന്നത്. കാരണം ആ മൊർദെഖായി ഒരു മനുഷ്യനെ കുമ്പിട്ട് വണങ്ങാതെ തന്റെ അസ്തിത്വത്തിൽ തികഞ്ഞു നിന്നു എന്ന് വേണം പറയുവാൻ. അവിടെ ദൈവം അവിടെ സംപ്രീതനാകുക. ഇൻഡയറക്റ്റ് ആയിട്ട് ദൈവം അവിടെ ഒരു 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 വ്യക്തിത്വമായി അവിടെ നിലനിൽക്കുന്നുണ്ട്. വീണ്ടും സദൃശവാക്യങ്ങൾ 13-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നുണ്ട്: അഹങ്കാരം കൊണ്ട് വിവാദം മാത്രമാണ് ഉണ്ടാകുന്നത്. അഹങ്കാരം കൊണ്ട് വിവാദം മാത്രമാണ് ഉണ്ടാകുന്നത്. അഹങ്കാരത്തെ പറ്റിയിട്ട് ഒരുപാട് വാക്യങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. 3-ാമത്തെ അധ്യായത്തിൽ ഈ ചെറിയ പശ്ചാത്തലം മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ വാക്യങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണവും ഞാൻ ആഗ്രഹിച്ചത്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഹാമാൻ ആരാണ് എന്നുള്ളതും മൊർദെഖായി ആരാണ് എന്നുള്ളതും, ഹാമാന് അധികാരം ലഭിച്ചപ്പോൾ ഹാമാൻ ഏത് തലത്തിൽ ചിന്തിച്ചു എന്നുള്ളതും, മൊർദെഖായി എസ്തേറിനെ രാജസന്നിധിയിൽ കൊണ്ടുവിട്ടതിന് ശേഷം അവന്റെ ചരിത്ര പശ്ചാത്തലം എങ്ങനെ മാറി എന്നുള്ളതും, ദൈവം അറിയാതെ ദൈവം ഇൻഡയറക്റ്റായി അവിടെ എങ്ങനെ സംപ്രീതിപ്പെട്ടു എന്നുള്ളതിനെ പറ്റിയിട്ട് കൃത്യതയോടുകൂടി അവിടെ വിവരിക്കുന്നുണ്ട്. വീണ്ടും എസ്തേർ 3-ാം അധ്യായം 11-ാം വാക്യം: രാജാവ് ഹാമാനോട്, ഞാൻ വെള്ളി നിനക്ക് ദാനം ചെയ്യുന്നു,
ആ ജനതയും ഇഷ്ടം പോലെ ചെയ്തു കൊള്ളുക. അഹശ്വേരോശ് രാജാവ് ഹാമാന് കൊടുത്ത ആ ആ ആ ഒരു ഉത്തരവാണ് അവിടെയാണ് മുദ്രമോതിരത്തിന്റെ മുദ്ര പതിപ്പിച്ചതിന് ശേഷം ഓരോ പ്രവിശ്യയിലുമുള്ള വലിയ ആളുകൾക്ക് അത് അയച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിക്കുമ്പോൾ നാം ഒന്ന് ചിന്തിക്കുക. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ ഏത് സമയവും പാപം ചെയ്യുവാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുക. ഒരു ദിവസം നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണണ്ടാതെ മറക്കേണ്ടുന്ന കാര്യങ്ങളുണ്ട്, അത് മറച്ചു വെക്കുക. ചെവി കണ്ടുകൊണ്ട് കേൾക്കേണ്ടാത്ത കാര്യങ്ങളുണ്ട്, അത് കേൾക്കാതെ ഇരിക്കുക. വായകൾ കൊണ്ട് മറ്റുള്ളവരെ കുറ്റം പറയുവാൻ തക്കവണ്ണം പൊന്തുന്നു എങ്കിൽ അത് ദൈവത്വത്തിന് എതിരാണെന്നുള്ള ചിന്താഗതി എന്റെ നിങ്ങളുടെ മനസ്സിൽ വരിക. ആർക്കും ഒരിക്കലും ഗാന്ധിജിയോ അല്ല എങ്കിൽ യേശുദമ്പുരാനോ ആകുകയില്ല. പക്ഷേ ക്രൈസ്തവരായ നാം ഓരോരുത്തരും ക്രിസ്തുവിന്റെ പാത പിന്തുടരുന്നു എങ്കിൽ, അവന്റെ കുരിശെടുത്തുകൊണ്ട് അവനെ അനുഭവിക്കുവാൻ തക്കവണ്ണം തയ്യാറാകുന്നു എങ്കിൽ, ഒന്ന് ചിന്തിക്കുക. ഞാനും എന്റെ മുമ്പിൽ നിൽക്കുന്ന ആ എളിയവനും സമാസമമാണ്. ഞാനും എന്റെ മുമ്പിൽ നിൽക്കുന്ന എളിയവനും സമാസമമാണ്. അതുകൊണ്ടാണ് ഇന്ത്യ നമ്മുടെ ഭാരത സംസ്കാരത്തിൽ രാവിലെ അധ്യാപകരെ കാണുമ്പോഴായാലും കൂട്ടുകാരെ കാണുമ്പോഴായാലും വണങ്ങി നമസ്കരിക്കുന്നത്. അതിന് ചരിത്ര പശ്ചാത്തലം അറിയാം. എന്തിനു വേണ്ടിയിട്ടാ ഗുഡ് മോർണിംഗ് പറയുമ്പോൾ ഇവിടെയില്ല, ഇവിടെ ഷേഖ് ഹാനാണ് പലപ്പോഴും കൊടുക്കുന്നത്. നമ്മുടെ ഭാരതീയ പശ്ചാത്തലത്തിൽ, ഭാരതീയ സംസ്കാരത്തിൽ ഒരുവനെ കാണുമ്പോൾ നമ്മൾ കൈകൂപ്പി നമസ്കരിക്കുന്നതിന്റെ കാര്യം എന്താ? എന്റെ ഹൃദയവും അവന്റെ ഹൃദയവും ഒന്ന് തന്നെയാണ്. എന്റെ ഹൃദയവും അവന്റെ ഹൃദയവും അതിൽ നിന്ന് പുറപ്പെടുന്ന ചൈതന്യം ഒന്ന് തന്നെയാണ്. ഞാൻ ഹൃദയത്തിന്റെ മുൻപിൽ നിർത്തി എന്റെ കൈകളെ തൊഴുകുമ്പോൾ അവന്റെ ഹൃദയത്തെയും ഞാൻ തൊടുന്നു എന്നുള്ളതിനാണ് അതിന് അർത്ഥമാക്കുന്നത്. അധ്യാപകരെ കാണുമ്പോൾ ഗുഡ് മോർണിംഗ് ടീച്ചർ എന്ന് പറയുന്നു. കൂട്ടുകാരനെ കാണുമ്പോൾ ഗുഡ് മോർണിംഗ് കൂട്ടുകാരാന്ന് പറയുന്നു, നമസ്കാരം കൂട്ടുകാരാന്ന് പറയുന്നു. ആ ഒരു സ്നേഹബന്ധമാണ് അവിടെ മുറുകെ പിടിക്കുന്നത്. ആ ഒരു ഐക്യമാണ് അവിടെ മുറുകെ പിടിക്കുന്നത്. എന്നേക്കാൾ വലിയവനെന്നോ എന്നേക്കാൾ ചെറിയവനെന്നോ ഇല്ല. എന്നേക്കാൾ വലിയവനെന്നോ എന്നേക്കാൾ ചെറിയവനെന്നോ എന്നില്ല. അത് ജേക്കബ് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് ജേക്കബ് ചാപ്റ്റർ 4:6 പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് അഹങ്കാര മനസ്സ് അത് നമ്മളുടെ ജീവിതത്തിൽ ഒന്നും നേടിത്തരികയില്ല. ഒരു നിമിഷം ചിലപ്പോൾ അഹങ്കാര മനസ്സ് നമ്മളെ പടിപടിയായിട്ട് ഉയർത്തുന്നുവെങ്കിലും അത് ചീട്ടുകൊട്ടാരം പോലെയാണ്. അത് ഒരു നിമിഷം കൊണ്ട് താഴെ നിലംപരിശായി തീരും. ഞാൻ കുറച്ച് ജീവികളുടെ ജീവിത സാഹചര്യങ്ങളോട് പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് ഞാൻ അവസാനിപ്പിച്ചേക്കാം. അതായത് രണ്ട് മൂന്ന് ജീവികളുണ്ട്. അവരുടെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തെ പറ്റിയിട്ടൊന്ന് ചിന്തിക്കാം. എല്ലാവർക്കും അറിയാം കാട്ടിൽ ജീവിക്കുന്ന മാനിനെ പറ്റിയിട്ട്. ഈ മാനിന് അതിന്റെ ചെവി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പക്ഷെ അതിന്റെ നാശത്തിന്റെ അവസാനവും അതിന്റെ മരണത്തിന് കാരണമാകുന്നതും അതിന് ചെവി തന്നെയാണ്. കാരണം മാനിനെ പിടിക്കുവാൻ തക്കവണ്ണം വേടൻ കാട്ടിലേക്ക് പോകുമ്പോൾ പറകൊട്ടും. ഈ പറകൊട്ടുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ കൊട്ടുന്ന കേൾക്കുന്ന ദിശയിലേക്ക് മാൻ ചീറിപ്പാഞ്ഞോടും. അങ്ങനെ ഈ വേടന്റെ അമ്പിന്റെ തുമ്പിൽ എന്ത് മരണമടയും? ഈ മാൻ മരണമടയും. അതുപോലെ തന്നെയാണ് ആനയുടെ ജീവിതം എന്ന് പറയുന്നത്. ആനയ്ക്ക് ഇണചേരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ത്വക്കിനോട് ത്വക്ക് സമരസപ്പെടണമെന്ന് ആന ആലോചിക്കുമ്പോൾ അത് ദീർഘദൂരം സഞ്ചരിക്കും. ആനയെ വലയ വീഴ്ത്തുവാൻ തക്കവണ്ണം ഇരിക്കുന്ന ആളുകൾ വാരിക്കുഴി കുഴിക്കുന്നത് ആന ഈ പായുന്ന ഇണചേരുവാൻ തക്കവണ്ണം ഓടുന്ന സ്ഥലത്താണ്. അങ്ങനെയാണ് ആന വാരിക്കുഴിയിലേക്ക് വീഴുന്നത്. അന്ന് മുതൽ കാട്ടാനയായിരുന്ന ആന എന്ത് സംഭവിക്കും? മറ്റുള്ളവരുടെ അടിമയിലേക്ക് വരും. അങ്ങനെ ആനയുടെ ജീവിതവും അവിടെ അവസാനിക്കും. മൂന്നാമതായിട്ട് പറയുന്നത് ഈ തേൻ നുകരുവാൻ തക്കവണ്ണം ഇരിക്കുന്ന ചെറിയ ചെറിയ പ്രാണികളാണ്. താമരയിലോ മറ്റോ തേൻ കുടിക്കുവാൻ തക്കവണ്ണം ചെല്ലും അവർ. അവരുടെ വായ കൊണ്ട് എന്ത് സംഭവിക്കും? തേൻ നുകരും. കുടിച്ച് അവസാനം അബോധാവസ്ഥയിലാകും. രാത്രി സമയമാകുമ്പോൾ താമരയ്ക്കൊരു സ്വഭാവമുണ്ട്. എന്താ അത്? തനിയെ അടയും. ഈ സമയത്ത് എന്ത് സംഭവിക്കും? ആ ആ ഷഡ്പദം അതിനുള്ളിലാണ്. അതിനുള്ളിലാണ്. അങ്ങനെ എന്ത് സംഭവിക്കും? അതും അവിടെ മരണമടയുകയും.
നാലാമതായിട്ട് പറയുന്ന ഒരു ജീവിവർഗമുണ്ട്. അതായത് നമ്മളുടെ വീട്ടിലൊക്കെ ലൈറ്റ് കത്തിക്കുമ്പോൾ, നാട്ടിൽ ലൈറ്റ് കത്തിക്കുമ്പോൾ മെഴുതിരിക്ക് ചുറ്റും വന്നിരിക്കുന്ന ചെറിയ ചെറിയ പ്രാണികൾ. വെട്ടം കണ്ടുകൊണ്ട് അതിന്റെ കണ്ണുകൾ കൊണ്ടാണ് അത് പ്രത്യേകിച്ച് ഈ ലൈറ്റിലോട്ട് വരുന്നത്. പ്രത്യേകം വന്ന് ഈ മെഴുതിരിയുടെ വെളിച്ചത്തിൽ പറ്റിയിരിക്കും. എന്ത് സംഭവിക്കും? പെട്ടെന്ന് തന്നെ നശിച്ചു പോകും. ആനയുടെ ത്വക്ക്, തേൻ നുകരാനിരുന്ന തേനീച്ചയുടെ വായ്, മാന്റെ ചെവി, അതുപോലെ തന്നെ അവസാനം പറഞ്ഞ ചെറിയ ചെറിയ പ്രാണികളുടെ കണ്ണ്. ഓരോരുത്തരുടെയും ഇന്ദ്രിയങ്ങൾ അവർക്ക് ദോഷങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് ആ ഇന്ദ്രിയത്തെ നമ്മുടെ കരവലയത്തിൽ, നമ്മളുടേതായിട്ടുള്ള കരവലയത്തിൽ ദൈവ പദ്ധതി അനുസരിച്ച് നിർത്തുക എന്നുള്ളത് വളരെയേറെ വലിയ ഒരു കാര്യമാണ്. ആ പദ്ധതിക്ക് അപ്പുറമായി നമ്മൾ ചലിക്കുമ്പോഴാണ് അത് അഹങ്കാര ഭാവമായി മാറുന്നത്. ആരെ പോലെ? ഹാമാനെ പോലെ. ആ അഹങ്കാര ഭാവത്തിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ പലപ്പോഴും പലതിൽ നിന്നും വ്യതിചലിക്കുന്നത്. ദൈവവിശ്വാസത്തിൽ നിന്ന്, പ്രാർത്ഥനയിൽ നിന്ന്, കുടുംബത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന്, എല്ലാത്തിൽ നിന്നും വ്യതിചലിച്ച് നമുക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ കഴിയുമെന്നുള്ള ചിന്ത നമ്മെ ഓരോരുത്തരെയും ഭരിക്കുവാൻ തക്കവണ്ണം ഇടയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് ഈ സന്ധ്യയിൽ എസ്തേറിന്റെ പുസ്തകത്തിലെ 3-ാം അധ്യായത്തെ പറ്റിയിട്ട് പരാമർശിക്കുമ്പോൾ ഒന്ന് മാത്രം നമ്മുടെ മനസ്സിലിരുത്തിക്കൊള്ളുക. അഹങ്കാര മനസ്സ് എന്റെയോ നിങ്ങളുടെയോ ജീവിതത്തെ ഭരിക്കുന്നുണ്ട് എങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഉരിഞ്ഞു കളയുക. കർത്താവ് നൽകിയ ആ വലിയ ഒരു പ്രതീക്ഷയുടെ ഒരു വസ്ത്രമുണ്ട്. ആ വസ്ത്രം ധരിക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. പ്രകാശത്തിന്റെ ഒരു വസ്ത്രമുണ്ട്. അത് എനിക്ക് നിങ്ങൾക്കും ധരിക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. ഇതിന് അവസരം തന്ന ബഹുമാനപ്പെട്ട ഷിനോ അച്ഛൻ, MMVS ന്യൂസിലൻഡ് റീജിയനിലെ ബഹുമാനപ്പെട്ട ലിക്കു, നന്ദി അറിയിച്ച ആശു ചേച്ചി, അങ്ങനെ ഇന്നത്തെ ക്ലാസ്സിലുണ്ടായിരുന്ന എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ആദരവും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും സഹായിക്കുന്നു.